വേണ്ടിയുള്ള അടുത്തൊരു നിമിഷം നമ്മുടെ കരങ്ങൾ ഉയർത്തി പിടിച്ചാണ്. നന്ദിയോടെ സ്തുതി പാടിടും എന്റെ
ഭാഷകളോട് ആത്മൽ ശക്തിയോട് പരമനെ കൂട്ടിയെടുത്ത ശക്തിയോട് ഒരു ഭക്തിയായ യാഗമായി നന്ദിയുള്ളവർ മാത്രം, അല്ലാത്തവരാണെങ്കിൽ നന്ദിയുള്ളവർ മാത്രം, ദൈവോപകാരങ്ങൾ ചെയ്തവർ മാത്രം, അർഹിക്കാത്ത നന്മകൾ പ്രാപിച്ചവർ മാത്രം മതി. ശക്തിയോടെ ഭാഗവത അന്യഭാഷകളോട് അഭിഷേകത്തോടെ ആത്മാവിനോട് ശക്തി വ്യാപരിക്കട്ടെ. ഒരു ആരാധന യോഗമാണിത്, കാഴ്ചക്കുമല്ല. ഭക്തിയോട് ഭക്തിയോട് ഭക്തിയായ യാഗമായി ദൈവത്തിന്റെ മഹത്വമുണ്ടാകട്ടെ. We worship you. We worship you. We worship you. We magnify the name. Oh, we love you, Lord. You are worthy to be praised. Hallelujah. നമ്മുടെ കാര്യങ്ങളെ ദൈവത്തെ ബന്ധപ്പെടുത്തിയാണ് ശക്തിയോടെ, സന്തോഷത്തോടെ, ഉന്മേഷത്തോടെ ഈ നല്ല അനുഗ്രഹിക്കപ്പെടുന്നതായ യാതൊരു സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെയുള്ളതായ ദൈവമക്കളുമായി ഒരുമിച്ച് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന വലിയൊരു സന്തോഷത്തെ ഓർത്ത് ദൈവത്തെ നന്ദി കരയുകയാണ്. ഈ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നതായ കർത്താവിൽ പ്രസിഡന്റ്, എന്റെ സ്നേഹിതൻ പാസ്റ്റർ വിൻസെന്റ് ജോസഫ് ആൻഡ് ഫാമിലി, ഇതോട് ചേർന്ന് പ്രവർത്തിക്കുന്നതായ അസോസിയേറ്റ് പാസ്റ്റേഴ്സ്, എല്ലാ ബിലീവേഴ്സിനും എല്ലാ ദൈവമക്കൾക്കും എന്റെ സ്നേഹവും വന്ദനങ്ങളെ അറിയിക്കുന്നു. അമേരിക്കയിലെ ഹ്യൂസ്റ്റൺ പ്രഥമമായ ഹെബ്രോൺ സഭയുടെയും എന്റെ കുടുംബത്തിന്റെയും സർവമക്കളുള്ളതായ വേഗൂർ സെന്ററിന്റെയും സെമിനാരിയുടെയും വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. കർത്താദാസൻ ഓർപ്പിച്ചു പോലെ ഞാൻ ആദ്യമായിട്ട് അതിനായിരുന്നു വിദേശമില്ലാണ്ടല്ല, 25 വർഷമായിട്ട് ഭാഷന്മാരും ദൈവമക്കളും ഗൾഫിലാജ്യങ്ങൾ വിളിക്കുകയാണ്. അങ്ങനെ പോകുന്നൊരു സ്വഭാവക്കാരനല്ല. ധാരാളം ശുശ്രൂഷ ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇതുവഴി ഇങ്ങനെ പോയി കർത്താവിന്റെ വേല 6 മാസം ദിവസത്തെ മടങ്ങിപ്പോകുന്ന സ്വഭാവമുണ്ട്. ഇപ്പൊ ഈ പ്രാവശ്യം ഇവിടെയുള്ള പ്രത്യേക കൺവെൻഷനിൽ അദ്ദേഹം എന്റെ നേബറും എന്റെ ലോക്കൽ സഭ ബിലീവറും എന്റെ ഒരു സ്നേഹിതനും എന്റെ റിലേറ്റീവുമാണ് കെ പി ജോസ്. 2 ദിവസം വീട്ടിൽ ശുശ്രൂഷിക്കാനും പലപ്പോഴും എന്റെ ഗ്രാജുവേഷന് ശുശ്രൂഷിക്കാനും വേണ്ടിയാണ് 3-4 ദിവസത്തേക്ക് ഞങ്ങൾ നടത്തിയത്. മറ്റന്നാൾ ഞാൻ മടങ്ങിപ്പോടിയായി ഹ്യൂസ്റ്റണിൽ പോകുന്ന വഴിക്കാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ സഭയിൽ കടന്നു വന്ന് ശുശ്രൂഷിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ച കർത്താവ് ദാസനോടും സഭയോടുള്ള നന്ദി പ്രത്യേകത അറിയിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം എവിടെയുണ്ട്, എത്രവൻ അനുഭവിക്കുന്നു. സഭയെ കുറിച്ച് ഞാൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. മീഡിയയിൽ കൂടെ, ടിവിയിൽ കൂടെ, പേപ്പറിൽ കൂടെ, മാധ്യമങ്ങളിൽ കൂടെ, ദാസന്മാരിൽ കൂടെ 100 സന്ദർഭങ്ങളിൽ ഞാൻ ഈ സഭയെ കുറിച്ചും ദേവദാസന്മാരെ കുറിച്ചും കർത്താദാസനെ കുറിച്ചും കേട്ടിട്ടുണ്ട്. യോബ പറഞ്ഞ പോലെ ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ എന്റെ സ്വന്തം കർത്താവിനെ കണ്ടിരിക്കുന്നു. ഞാൻ കേട്ടതുപോലെ തോന്നിയ ആരാധനയൊന്നുമില്ല. നിങ്ങളുടെ മുഖം പാടിയല്ലോ പുറകിലേക്കിരിക്കുകയാണ്. ബൈബിലൊരു കൂട്ടമുണ്ട്. ഞാൻ ഒരു ചെറിയ സഭയിൽ നിന്ന് വരുന്ന ആളല്ല. അമേരിക്കയിലെ ഏറ്റവും വലിയ സഭയാണ് ഞങ്ങളുടെ സഭ. അതേ വിശ്വാസികളൊന്നും 1000 പേരേ ഉള്ളൂ. ഞങ്ങളുടെ സഭയൊക്കെ പണിഞ്ഞ് 15 ഏക്കർ ഭൂമിയൊക്കെ വാങ്ങിച്ച് 50 കോടി രൂപയുടെ ഒരു ചർച്ചൊക്കെ പെടുന്നത് ഞങ്ങള് നല്ല അനുഗ്രഹിക്കപ്പെട്ട സഭയാണ്. 10-700 പേര് വിശ്വാസികളോടും തോന്നുന്നുണ്ട്. കുറേ പേര് ആരാധിച്ചാൽ എന്തോ സന്തോഷമായിരിക്കും. ആരാധനാ യോഗം ചെയ്ത് വേറൊന്നിനു വേണ്ടി കടന്നു വന്നേ അല്ലല്ലോ. സന്തോഷമുണ്ട്. സർവമക്കൾ കൺവെൻഷൻ കണ്ടിട്ടുണ്ട് കൈപൊക്കിക്കും, സർവമക്കൾ കൺവെൻഷൻ കണ്ടിട്ട് കൈപൊക്കിക്കും. ആരുമില്ല. വളരെ സന്തോഷം. എന്നെ അറിയാവുന്ന കൈപൊക്കിക്കും, എന്നെ അറിയാവുന്ന ആരോട് കൈപൊക്കും. അത്രയും പേരുണ്ട്. ഞങ്ങളെല്ലാവരും എന്നെ വീട്ടിൽ കൊണ്ടുപോയി ക്ഷണിച്ച് ആഹാരം തരാനും കൈമടക്ക് തരാനും വേണ്ടി ആഗ്രഹങ്ങളും. പക്ഷെ എനിക്ക് ആഹാരവും വേണ്ട, കൈമടക്കം വേണ്ട. അതൊക്കെ സന്തോഷമായി, സന്തോഷമായി. ഞാൻ മറ്റന്നാൾ പോകുന്ന ആളാണ്. അപ്പൊ ഞാൻ അങ്ങനെ ഉപദേശിയല്ല. പക്ഷെ എനിക്ക് ദൈവത്തിൽ വരുമ്പോൾ ദൈവത്തെ ആരാധിപ്പാൻ സന്തോഷമാണ്. എന്തിനാ പറഞ്ഞ തൊണ്ട കളയുന്നത്? ഞാൻ രാവിലെ 7 മണിക്ക് വീട്ടിൽ നടക്കുക. ഇത് 5ാമത്തെ സഭ എന്ന് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ ഞാൻ ഡ്രസ് മാറിയിട്ടില്ല. അടുത്ത് വരേണ്ട ആരും എന്നെ ഹഗ് ചെയ്യരുത്. രാവിലെ 7 മണിക്ക് ഇറങ്ങി ഓരോ മീറ്റിങ്ങിനെ പ്രസംഗിച്ച് വേർത്ത് വിളിച്ചു തുടങ്ങി ഇങ്ങനെ ഒരു 5ാമത്തെ മീറ്റിംഗ് ആസ്വദിക്കുന്നത്. എന്തിനു വേണ്ടിയാ? ഞാൻ നേരത്തെ പോകുന്ന കൈമടക്കിന് വേണ്ടിയാണ്. അത് വായിക്കുന്ന ആളല്ലേ. എന്റെ ദൈവത്തെ മഹത്വപ്പെടുന്ന സന്തോഷം. ദൈവത്തെ ആരാധിക്കാൻ ഞാനൊരു ഭാഷ പോകാൻ എനിക്ക് യാതൊരു ചടങ്ങില്ല, എനിക്ക് പ്രോഗ്രാം ഒന്നുമില്ല. ഒരൊറ്റ പ്രോഗ്രാമേ ഉള്ളൂ. എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുക, എന്റെ ദൈവത്തെ ആരാധിക്കുക. അതിനെനിക്കൊരു ശിക്ഷയില്ല, ഒരു നാണമില്ല.
എനിക്കൊരു മടിയില്ല. അതിന് ദൈവം തന്ന ആരോഗ്യമുണ്ട്, സമയമുണ്ട്, സന്തോഷം കൊണ്ട്, ആരോഗ്യം കൊണ്ട്, ശബ്ദം കൊണ്ട് ദൈവത്തെ ആരാധിക്കും. അങ്ങനെ ആരാധിക്കുന്ന ദൈവമക്കളായി ദൈവത്തെ സ്തുതിക്കുന്നു. സന്തോഷത്തോടെ കരകളെ തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ്. ആനന്ദത്തോടെ, സന്തോഷത്തോടെ. ഇവിടെ ഏറ്റവും നല്ലത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ ദൈവത്തെ ആരാധിക്കുന്നത്. ഉദാസീനതയോടെ കർത്താവിന്റെ വേല ചെയ്ത് ശപിക്കപ്പെടുന്നവൻ ആരോഗ്യമുള്ളപ്പോൾ അവന്റെ കയ്യടിയും എന്റെ ഉണക്കിയ സ്തോത്രം കൊണ്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ കഴിയത്തില്ല. അവൻ ആരാധന കൊത്തിയനല്ല, പക്ഷേ ആരാധന യോഗ്യത. ഹല്ലേലൂയ. ആദിമ മാതാപിതാക്കന്മാരുടെ 2 മക്കൾ ആരാധിക്കാൻ വേണ്ടി കടന്നുപോയി. ഒരുത്തൻ കായീൻ, അവൻ കൊണ്ടുപോയത് നിലത്തിലെ കൃഷിഭൂമികളാ, സാധനങ്ങളാ. കാറ്റിലും നേരെ തേപ്പ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ തെളിയിട്ടില്ല, പക്ഷെ തെളിയുന്നുണ്ട്. കൃഷിഭൂമി സാധനം കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ആരാധിക്കാൻ പോയി. സഹോദരൻ ആരാധിക്കാൻ പോയത് എന്തുകൊണ്ടാ? പറ. അറിയില്ലേ? ആടിനുമുണ്ട്. രണ്ടു തമ്മിൽ വ്യത്യാസമുണ്ട്. സഹോദരന്റെ ആരാധന കാർഷിക വസ്തുക്കൾ കൊണ്ടുവച്ച സമയം മുതൽ അക്കാതെ പഠിച്ചിരിക്കുക. ഒരനക്കമില്ല. 7 മണിക്ക് കൊണ്ടുവച്ച് 8:30 എടുത്തിട്ട് പോയി. 50 കിലോ ഉള്ള ചേന. ചേനയുടെ കാര്യമല്ല, നമ്മുടെ കാര്യം പറഞ്ഞു. എന്നാ ആറ്റക്കുട്ടി വീട്ടിൽ ഇറങ്ങാൻ സമൂഹത്തിൽ തുള്ളിച്ചാടുക. നിലവിളിയാ, വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് അനക്കമുണ്ട്, ശല്യമുണ്ട്, ആട്ടമുണ്ട്, ബഹളമുണ്ട്, തുള്ളിച്ചാട്ടമുണ്ട്. തുള്ളിച്ചാട്ടം വല്ലതും ഉണ്ടോ? ആരാധിപ്പം ദൈവത്തിന്റെ ശല്യമുണ്ട്, അനക്കം വല്ലതും ഉണ്ടോ എന്നാ ചോദിച്ചേ. അതോ നീ ഒരു ചേനയെ കാറ്റിന് വടിച്ചിട്ട് പോകാൻ വേണ്ടിയാണോ? ജീവനുള്ള ദൈവത്തെ സ്തുതിക്കട്ടെ. മരിച്ചവരും അവിടെ ആരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ ലാഭോ ഇന്ന് മുതൽ എന്തെങ്കിലും ദൈവത്തെ സ്തുതിക്കും. ജീവനല്ല, സമൃദ്ധിയായി ജീവൻ പ്രാപിച്ചവരെ കണ്ടാലറിയാം. അവരുടെ സ്തോത്രം കേട്ടാലറിയാം. അവരുടെ കൈത്തടി കണ്ടാലറിയാം. അവരുടെ ആത്മ കേട്ടാലറിയാം. അവരുടെ പാട്ട് കേട്ടാലറിയാം. ജീവൻ പ്രാപിച്ചവർ, ജീവൻ പ്രാപിച്ചവർ. യേശു നമുക്ക് വന്നത് വെറും ജീവനല്ല. എന്തൊരു ജീവന? സമൃദ്ധിയായ ജീവൻ. സമൃദ്ധിയായ ജീവൻ പ്രവർത്തനം കണ്ടറിയാം. എന്റെ വൈഫ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നതാണ്. എന്റെ വൈഫിന് 2 കുഞ്ഞുങ്ങളും ഇവിടെ കുടുംബമല്ല അമേരിക്ക പറഞ്ഞ 33 വർഷമാണ് ഇവിടെ താമസിക്കുന്നവരാ. വൈഫൊരു നേഴ്സാണ്. ഇവിടെ ഹോസ്പിറ്റലിന്റെ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. 32 വർഷത്തിൽ പരമായിട്ട്. മൂത്ത മോളും നേഴ്സാണ്. ഇളയ മോളും നേഴ്സിന് വേണ്ടി പോകുന്ന സമയത്ത് ഞാൻ വിചാരിച്ചാൽ ദൈവം 2 വർഷം ഒരു വീട്ടിൽ 3 നേഴ്സും ഒരു പാസ്റ്ററും. ഇത് ഭയങ്കര അൺപ്രൊഫഷണൽ. ദൈവത്തോട് പ്രാർത്ഥിച്ചു. അപ്പോൾ 2ാം വർഷം നേഴ്സിംഗിന് അമേരിക്ക പഠിക്കുന്ന സമയത്ത് അനാട്ടമി ക്ലാസ്സിൽ വെച്ച് ദൈവശബ്ദം കേട്ടു. ഓഡിയബിൾ ശബ്ദം കേട്ടു. ദൈവത്തിന്റെ ശബ്ദം ക്ലിയറായിട്ട് കേട്ടു. നേഴ്സിംഗ് ഈസ് നോട്ട് യുവർ കരിയർ, യുവർ പാഷൻ. ലോർഡ്സ് വർക്ക് ഈസ് യുവർ പാഷൻ. ഇന്ന് കണ്ടുകൊണ്ട് വീട്ടിൽ വന്ന് ഇവിടെയൊക്കെ പറഞ്ഞു, ഞങ്ങളൊക്കെ കർത്താവിന്റെ വിലയാണ് താല്പര്യം. എനിക്ക് നേഴ്സിംഗ് പഠിക്കണ്ട. അപ്പൊ 2 കർത്താവ് വിലകൾ 2 നേഴ്സിംഗ്. ഇവിടെ പോയില്ല. എന്തോ പിടി കിട്ടി. അവിടുന്ന് മാരിയിടായ കർത്താവിന്റെ ദാസനെ വിവാഹം കഴിച്ച് 2 കർത്താവിന്റെ വേല അമേരിക്കയിൽ ചെയ്യുന്നു. വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇതേ ഉള്ളൂ. ഹോസ്പിറ്റലിൽ വരയ്ക്കുന്ന നേഴ്സസിന് അറിയാം, ജീവനും സമൃദ്ധിയായ ജീവനും തമ്മിൽ വലിയ വ്യത്യാസമാണ്. സ്തോത്രം. കൈസീറ്റ് ആളിനെ കണ്ടിട്ടുണ്ടോ? IV കൊടുത്ത്, EKG കൊടുത്ത്, ഓക്സിജൻ കൊടുത്ത് അങ്ങനെ നടക്കുക. ഒരനക്ക് സത്തോ? സത്താണോ? അല്ല. പക്ഷെ ജീവനുണ്ട്. ആ ജീവനുണ്ട് വല്ല പ്രയോജനമുണ്ടോ? ആക്കച്ച ഇവരുണ്ട്. ഒരു ചെറിയ അനക്കം. അതും ജീവൻ പ്രാപിച്ച സത്തല്ല, ജീവനുള്ളതാണ്. പക്ഷെ സമൃദ്ധിയായ ജീവൻ പ്രാപിച്ച് നിങ്ങളുടെ മുമ്പിൽ ഞാനും ജീവൻ പ്രാപിച്ച 2 ജീവൻ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടോ? ഇവിടെ നമ്മൾ നോക്കിയ ICU കിടക്കുന്നതിനെ കണ്ടാലറിയാം. ഓക്സിജൻ കൊടുത്തതിനെ കണ്ടാലറിയാം. IV കൊടുത്ത് ലാഭറായി കിടക്കുന്നത് ഇരിക്കുന്ന ഇരുമ്പ് കണ്ടാലറിയാം. എന്നാൽ ജീവൻ പ്രാപിച്ചതിനൊക്കെ കണ്ടാലറിയാം. ജീവൻ പ്രാപിച്ചതിനൊക്കെ കണ്ടാലറിയാവുള്ളൂ. നിന്നെ പിടികിട്ടിയോ പറഞ്ഞു പോകുന്നത്? നിനക്ക് ദൈവം തന്ന സമൃദ്ധിയായ ജീവൻ പ്രാപിച്ച ദൈവമക്കൾ ഈ ആരാധന യോഗത്തിൽ ദൈവത്തെ ആത്മാവിൽ ആരാധിക്കട്ടെ. സന്തോഷത്തോടെ, ശക്തിയോടെ മനുഷ്യബന്ധുള്ളവരെ ഗോപിക്ക് കൊടുപ്പി.
അവരെ ബലം കൊടുപ്പി, അവരെ ശക്തി കൊടുപ്പി. ദൈവത്തിന് ബലമില്ലാതെ ശക്തിയിൽ നിന്നുണ്ടാണോ നീ കൊടുക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞത് അവർ ആരാധന ഒന്നിയതല്ല, പക്ഷേ ആരാധനയ്ക്ക് യോഗ്യത. ചുരുങ്ങിയ സമയമുള്ളൂ, ദുർഗമായ സമയമൊന്നും പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. അമേരിക്കയിലെ ഭാഷ ബെസ്റ്റ് ഭാഷന്മാര് ആയിരക്കണക്കിന് 10,000 35 വർഷമായിട്ട് എന്റെ വീട്ടിൽ നിന്ന് പറക്കുന്ന ആൾ ഒരു ദിവസം 15 വർഷന്മാരാണ് താമസിക്കുന്നത്. ഞാനും സ്ക്വയർ മീറ്റർ വീട്ടിൽ ഞാനും വൈകി 2 കുഞ്ഞുങ്ങളും 3, 4, 5 ഭാഷന്മാരാണ് നടക്കുന്നത്. ആഴ്ചയുടെ ഭാഷകൾ എടുക്കുന്നത്. എല്ലാവരുടെയും കഥകളും ടെസ്റ്റുപടി അനുഭവങ്ങളെല്ലാം പങ്കെടുപ്പ്. ഒരു ഭാഷ എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കാൻ വിളിച്ച സമയത്ത്, ലോക്കൽ സഭയ്ക്ക് വിളിച്ച സമയത്ത് നേരത്തെ അഡ്വാൻസ് ഒക്കെ പറഞ്ഞു 1 മണിക്കൂർ പ്രസംഗിക്കാറുണ്ടെന്ന് പറഞ്ഞു. അവിടെ തന്നെ പറഞ്ഞു വേറൊരാളെ ഭാഷ വന്നിട്ടുണ്ട്, അതുകൊണ്ട് 1/2 മണിക്കൂറോടെന്ന് പറഞ്ഞു. പിന്നേറ്റ സമയത്ത് പറഞ്ഞു ചെവി പറഞ്ഞ് 15 മിനിറ്റ് 1 മണിക്കൂർ ഞാൻ വിളിച്ചാൽ തന്നെ 1/2 മണിക്കൂർ പറഞ്ഞ് പിന്നെ എഴുതിയിട്ടുണ്ടെ 15 മിനിറ്റ് പറഞ്ഞു. നമ്മൾ വിൽസ ജോസഫിനെ ഭാഷ നോക്കൊന്നും വേണ്ട, എന്തൊക്കെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം വീട്ടിൽ വന്ന് എന്തൊക്കെ പറഞ്ഞ് രസകരമായ ചിന്ത പറഞ്ഞു. ഭാഷ ജോൺസനെ ഞാൻ എന്തെങ്കിലും എല്ലാം പറഞ്ഞു. ഞാൻ 15 മിനിറ്റ് പ്രസംഗിച്ചു. ഞാൻ കൊണ്ട് വന്നുകൊണ്ടുള്ളത് 1 മണിക്കൂർ പ്രസംഗിച്ചാൽ $100 ഉള്ളൂ, 15 മിനിറ്റ് പ്രസംഗിച്ചാലും $100 കിട്ടും. ഞാൻ എന്റെ തൊണ്ട പറഞ്ഞ ആളേന്ന് എന്ന് പറഞ്ഞ പോലെ അല്പ സമയമുള്ളവർ ദൈവത്തെ പോലെ ശ്രദ്ധിക്കാം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി 22-ന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. അതിനുശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ നിന്റെ മകനെ നീ സ്നേഹിക്കുന്നതിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോര്യാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാമെന്ന് അരുളി ചെയ്തു. അബ്രഹാം അധികാരത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് പുറപ്പെട്ടു. കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തന്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തുകൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്തു നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട് നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരുത്തി, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ച് മടങ്ങി വരാമെന്ന് പറഞ്ഞു. അബ്രഹാം ഹോമയാഗത്തിലുള്ള വിറകെടുത്ത് തന്റെ മകനായ ഇസ്ഹാക്കിന്റെ ചുമലിൽ വെച്ചു. തീയും കത്തിയും കാലെടുത്തു. ഇരുവരും ഒന്നിച്ചു നടന്നു. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെയെന്ന് അവൻ ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരാട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ചു നടന്നു. പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാൽ ശബ്ദവർക്ക് പ്രാർത്ഥിച്ചു. ദൈവമേ, അവസാന നിമിഷങ്ങളിലേക്ക് വന്നിരിക്കുമ്പോൾ അവരുടെ ശബ്ദം അവരുടെ ആളുകളെ കേൾപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ, ഞങ്ങളുടെ മനസ്സുകളെ തുറക്കണമേ, ഞങ്ങളുടെ കാതുകളെ തുറക്കണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. ദൈവത്തിന്റെ ആത്മാവിനും സാന്നിധ്യവും സ്വാതന്ത്ര്യവും ഈ ഹോളിന്റെ ഒരറ്റം മുതൽ മറ്റേറ്റം വരെ വ്യാപനം പരിണിയാക്കുമാറാകണമേ. പഴയ ഹൃദയത്തെ ശുദ്ധീകരിച്ചാണ്, ഹൃദയത്തെ കത്തിച്ചാണ്, ദൈവങ്ങളിൽ വ്യാപരിച്ചാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ ഒരാമയെ ഉറക്കെ പറഞ്ഞാണ്. ഇതൊരു ആരാധന യോഗമാണ്. നമ്മൾ വായിച്ചു കേട്ടതും ഒരു ആരാധന. പഴയ നിയമത്തിലെ ഭക്തനായ വിശ്വാസികളുടെ പിതാവായ അബ്രഹാം തന്റെ മകനുമായിട്ട് ഒരാരാധനയ്ക്ക് പോവുകയാണ്. ഇന്ന് രാവിലത്തെ നമ്മുടെ ചുരുങ്ങിയ സമയത്തെ ചിന്താ വിഷയം ആരുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. ആരാധിക്കാൻ വന്നേരുന്നേ വെറുതെ വന്നോ? പല പ്രോഗ്രാം വന്നൊരാളുടെ കൈപൊക്കിക്കും. ആരാധിക്കാൻ വന്നൊരു കൈപൊക്കിക്കും. അപ്പൊ നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കുമോ? അതാണ് അറിയേണ്ടത്. ആരാധിച്ചു കഴിയുമ്പോൾ മടങ്ങി പോകുമ്പോൾ മുഖത്ത് നോക്കി അറിയാൻ ദൈവം പ്രസാദിച്ചോ? നേരത്തെ പറഞ്ഞ 2 സഹോദരന്മാർ ആരാധനത്തിന് മടങ്ങി പോയി. ഒരുത്തന്റെ മുഖം വാടിയിരിക്കും, മറ്റവന്റെ മുഖം സന്തോഷമായി. ദൈവപ്രസാദം ഏറ്റുവാങ്ങേണ്ട മുഖം സന്തോഷം. നമ്മുടെ മലയാളികളെ ചിരിക്കത്തില്ല, കൂടി ആ കഥ നമ്മുടെ പുസ്തകത്തിൽ പറഞ്ഞില്ല. മലയാളത്തിൽ പറയണോ? സായിപ്പാർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് യോഗം കഴിയുന്ന സമയത്ത് ഞങ്ങൾ അമേരിക്കയിലും ഇന്ത്യയിലും കുമ്പനായിട്ടും ചൈനയുടെ ബോംബെക്ക് ഒരു ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് സായിപ്പന്മാരായിട്ട് ഒരുമിച്ച് നിദ്ര കഴിഞ്ഞ് ലഞ്ച് കഴിയുന്ന സമയത്ത് ഭാഷമാരെ ചോദിക്കും, മാസ്റ്റർ ജോൺസൺ അവാസ് ഓർ മെസ്സേജ് നമ്മൾ ഇറ്റ് വാസ് വെരി ഗുഡ്. അടുത്ത ചോദ്യം, ഇഫ് ദ പീപ്പിൾ അണ്ടർസ്റ്റുഡ് ദ മെസ്സേജ് വൈ ദേ ആർ സ്റ്റിൽ ലൈവ്. നിങ്ങളൊക്കെ മെസ്സേജ് കിട്ടിയിരിക്കുന്ന ഇന്നിരിക്കുന്ന കീഴി പിടിക്കാതിരിക്കുന്ന പോലെ ഒരു മാറ്റമില്ല. ഇവരെ സ്റ്റോൺ ഫേസ് ആയിട്ടിരിക്കുക ഇരിക്കുന്ന പോലെ.
ഞാൻ അത്രയൊക്കെ പറയുന്നത് നിങ്ങളിപ്പം താല്പര്യം കാണും. ഞാൻ എന്തോ പറഞ്ഞെന്നറിയാം. ഞാൻ പറയുന്നത് ഞങ്ങളുടെ മലയാളികൾ തിരികത്തൊന്നുമില്ല. അവരിങ്ങനെ മറ്റൊരു സ്വഭാവമുള്ളവരാണ്. ഞങ്ങളിങ്ങനെ കഴിച്ച ആൾക്കാരാ. ഞങ്ങളുടെ കൾച്ചർ അല്ല അത്ര പറയുന്നത്. പക്ഷെ ഞാനതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്തോന്ന് പറയാം. പക്ഷെ നിങ്ങൾ ആരും എന്തൊക്കെയോ ഒരു അച്ഛ ഒരു പ്രാർത്ഥനയൊക്കെ കാണിക്കണം. ഞാൻ പറഞ്ഞെന്തോന്ന് പറയാം. ഞാൻ പറഞ്ഞത് സാഹിബേ കൃഷ്ണുടെ the Indian people have a special quality. What is that? When we hear the word of God, we are very serious. Really? Really? അങ്ങനെ ആരും നൈറ്റായിട്ട് ഇരിക്കണ്ട. ദൈവത്തിൽ വരുമ്പോൾ റിലാക്സ് ചെയ്തിരിക്കുക. ആരാധിക്കാൻ വന്നവരുടെ മുഖം കണ്ടാലറിയാം. ആരാധിക്കാൻ വന്നവരുടെ സന്തോഷം കണ്ടാലറിയാം. അവരുടെ മുഖത്തെ പ്രസാദം കണ്ടാലറിയാം. അവരെ മടങ്ങി പോകുമ്പോൾ അവിടെ പോകാൻ സന്തോഷിച്ചിരിക്കും. ആരാധിക്കാൻ വന്ന പ്രാർത്ഥിക്കാൻ വന്ന ഹന്ന ആരെയെ വിട്ട് മടങ്ങി പോയപ്പോൾ അവിടെ മുഖം പിന്നെ വാങ്ങിയില്ല. നിന്റെ പ്രശ്നങ്ങളെ ഇതിനവരൊക്കെ ദൈവത്തിന്റെ സന്നിധിയിൽ വെച്ചിട്ട് പോകും. നിന്റെ മുഖം കാണത്തില്ല. അതോ ആരാധിക്കാൻ വന്ന അബ്രഹാം തന്റെ മകനുമായിട്ടാണ് പോയത്. ഒന്നാമത്തെ വാക്യം നമുക്കറിയാം. ഒന്ന് വായിച്ചേ. അതിനുശേഷം മതി. അബ്രഹാമിനെ ആദ്യമാണ് ദൈവം വിളിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലാണ്. ഇങ്ങനെ ചാർച്ചക്കാരെ ബന്ധുഭവനത്തെ വീട്ടുകാരെ വിട്ടിട്ട് ഞാൻ കാണിപ്പാലക ദേശത്തേക്ക് പോകാം. അപ്പൊ വിളികൾ നടക്കിയവരാണ്. അത് രക്ഷയ്ക്ക് വേണ്ടിയുള്ള വിളിയാ, അവരുടെ വേർപാടിന് വേണ്ടിയുള്ള വിളിയാ. 15-ാം അധ്യായത്തിലുണ്ട് ഞാൻ എന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു. ഒന്നാമത്തെ വാക്യം. അബ്രഹാമിന്റെ പിന്നെ പിടിച്ചു. 17-ാം അധ്യായം 1-ാം വാക്യം. അവരോട് ഞാൻ സർവശക്തിയുള്ള. അപ്പൊ ഞാൻ 17 അർത്ഥമെന്നുള്ള 12-ാം അധ്യായം 1-ാം വാക്യം, 18-ാം അധ്യായം 1-ാം വാക്യം, 17-ാം അധ്യായം 1-ാം വാക്യം. ഇവിടെ എല്ലാം ദൈവശബ്ദം കേട്ട അബ്രഹാമിനെ 22-ാം അധ്യായത്തിൽ അബ്രഹാമിനെ വിളിച്ചത് എന്തിനു വേണ്ടിയാ? ആരാധിക്കാൻ വേണ്ടി. അപ്പോൾ ആരാധിക്കണം? വിളി കേട്ടവൻ ആരാധിക്കണം. മുൻകാലങ്ങളിൽ വിളി കേട്ടവന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തുള്ളൂ. അല്ലാത്തവർക്കൊന്ന് ആരാധന കണ്ടെന്ന് പോകാം. എന്നാൽ വിളി കേട്ടവൻ ആരാധിക്കട്ടെ. ഇതിന്റെ രാവിലെ കാലം വിളി കേട്ടത് ഉറപ്പുള്ളവർ ദൈവത്തെ പകർത്തപ്പെട്ടെ. ആരാധകളായ ദൈവശബ്ദം കേട്ടവരെ കരകളെ തട്ടി ദൈവത്തെ പകർത്തപ്പെട്ടിയാണ്. ദൈവശബ്ദം വിളി കേട്ടവൻ, ദൈവിക അന്നപ്പാടുകൾ കേട്ടവൻ നിങ്ങളവർ ആരാധിക്കട്ടെ. ദൈവ ശബ്ദം കേട്ടവർ ആരാധിക്കട്ടെ. ദൈവിക വിളി കേട്ടവർ ആരാധിക്കട്ടെ. ദൈവത്തിനെ വിളിക്കുന്നു ആരാധിക്കാൻ വേണ്ടി. ചുരുങ്ങിയ സമയമുണ്ട്. 3 ചിന്തകൾ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കാം. വായിച്ചോട്ട് 2-ാം വാക്യം. അപ്പോൾ അവൻ നിന്റെ മകനെ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയ ദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കാൻ അർപ്പിച്ചു ചെയ്തു. അബ്രഹാം അധികാലത്തിൽ എഴുന്നേറ്റു, കഴുതയ്ക്ക് കോപ്പിട്ടു, ബാല്യങ്ങൾ 2 പേരെ വിളിച്ചു, തന്റെ മകനായ ഇസ്ഹാക്കിനെ വിളിച്ചു, വിറക് അടുക്കി അതിനെ എടുത്തു, പുറപ്പെട്ടു. ആരാധിക്കാൻ പോകുന്നവന് ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. ഉറക്കെന്ന് പറഞ്ഞ ഇംഗ്ലീഷിൽ ചുമ്മാ അഞ്ഞാവില്ലാതെ പറയണം. പ്രിപ്പറേഷൻ ഉറക്കെ പറയാൻ പ്രിപ്പറേഷൻ. ആരാധിക്കാൻ വരുന്നവർ എന്തോ വേണം? ഒരു ഒരുക്കം വേണമെന്ന്. ഇന്ന് സന്ധ്യാസമയത്ത് ഈ ഷാർജ വർഷിപ്പ് സെന്ററിൽ ആരാധിക്കാൻ വന്നവർക്ക് ഒരുക്കം വല്ലതും ഉണ്ടോ? ജോലി കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഉറക്കം തൂക്കി ബൈബിൾ എടുത്തോണ്ട് വന്ന കാര്യമാണോ? ഇന്ന് രാവിലെ ആരാധിക്കാൻ വന്നപ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഞാൻ വന്നിരിക്കുന്നത് എന്റെ ദൈവത്തിനെ ആരാധിക്കാൻ ഒരുക്കമുള്ള ഹൃദയത്തോടെ. ഒരുക്കമുള്ളവരെ കണ്ടാലറിയാം, അവന്റെ കയ്യടി കണ്ടാലറിയാം, അവരെ സ്തോത്രം കേട്ടാലറിയാം. അവൻ ആരാധിക്കാൻ വന്നവരാ, അവൻ ഒരുക്കമുണ്ട്. നമ്മളാളുകൾ എനിക്ക് പോകുന്നവര് വെറുതെ വന്നിരിക്കാൻ പറഞ്ഞു വന്നിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഞാൻ രണ്ടുപടി വരുമ്പോ പോകും. ആരാധിക്കാൻ നീ വന്നാൽ നീ മഹത്വം കൊടുക്കണം. എന്റെ പിതാവ് പറയും, പെന്തിക്കോസ് വന്നാൽ നീ ഒറിജിനൽ പെന്തിക്കോസ് ആണല്ലോ. നിന്നെ പോലെ അനിഷ്ടനായ മനുഷ്യൻ ഭൂമി കാണത്തില്ല. കാരണം സാന്ദ്രമായിട്ട് ചിന്താ നടക്കും. സാന്ദ്രമായിട്ട് വെള്ളം പിടിക്കാൻ പറ്റില്ല. സാന്ദ്രമായിട്ട് സ്വിച്ച് കളിക്കാൻ ഒക്കും ഇല്ല. പെന്തിക്കോസിൽ ആകുക എല്ലാവരും ആകോ ആ പരമത്തിൽ കൈവക്കേണ്ട സ്വന്തം പറഞ്ഞാൽ
സ്തോത്രം. നീ കുളിച്ച് നനഞ്ഞെങ്കിൽ കുളിച്ച് വരണം. നീ വെള്ളികാട്ട് ഇറങ്ങിയെങ്കിൽ ദൈവത്തെ സേവിക്കാൻ വേണ്ടി, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നീ ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തെ ആരാധിക്കാൻ ഒരുക്കമുള്ളവരായിരിക്കണം. ഏതു സമയത്ത് ദൈവത്തിന് സന്നിധി വരുമ്പോൾ ഒരുങ്ങി യാഗോമായി വരണം. അഞ്ചാമത്തെ യോഗത്തിന് പ്രസംഗിക്കുന്ന ഇത്ര കണ്ടോഷോപം ചെയ്യുന്നുണ്ടോ? നമ്മൾ എത്ര ആവേശമാണ് ദൈവത്തിന്റെ കാര്യം. 40 വർഷമായ കർത്താവിനെ പറയുന്നത് ആവേശം കുറഞ്ഞിട്ടില്ല, കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. അമേരിക്ക പറയുന്ന നമ്മൾ അന്വേഷിച്ച് പോയിക്കോ. ആദ്യത്തിൽ നല്ല സാക്ഷ്യത്തോടെ പറയുന്നത് അമേരിക്കയിലും ഇന്ത്യയിലും നല്ല സാക്ഷ്യമാണ്. ഒരു രാഷ്ട്രീയത്തിൽ ഒരു സ്ഥാനം വേണ്ട, ഒരു മാനം വേണ്ട, പ്രോഗ്രാം വേണ്ട, ഒരു പണം വേണ്ട, പണത്തിനെ കൊണ്ടുവന്നില്ല, ഒന്നും വേണ്ട. ദൈവത്തെ സേവിക്കുന്ന നല്ല ഉന്മേഷമാണ്. ഉന്മേഷത്തോടെ ദൈവത്തെ സേവിക്കുന്ന ദൈവമക്കളെ നിന്റെ സംഗതിയെ ദൈവം അനുഗ്രഹിക്കുന്നത് സംശയമില്ല. നീ ഉദാസീനോ ദൈവത്തെ സേവിക്കുന്നത്, നീ ഉന്മേഷത്തോടെ ദൈവത്തെ സേവിക്കണം. ഉദാസീനോടെ കർത്താവിനെ വേറെ ചെയ്യുന്നത് ശക്തിക്കപ്പെട്ടല്ല. നീ കൈപ്പിടിച്ചാൽ, നീ പാടിയാൽ, നീ സ്തോത്രം ചെയ്താൽ, ദൈവത്തെ മഹത്വം കൊടുത്താൽ അതിന് ശക്തിപ്പെടാം. പാടിയാൽ അതിന് ആരോഗ്യം വേണം. അഞ്ചാമത് പാട്ട് സ്വത്രവും ചിക്കൻ ബിരിയാണി വന്നോളൂ. സ്വത്രവും കൈവന്ന് ദൈവം അങ്ങനെ ചിക്കൻ ബിരിയാണി വന്ന പോലെ കമ്പനി ജോലി ചെയ്യാൻ കമ്പി വിളക്കാൻ നല്ല ആരോഗ്യമാണ്. ദൈവത്തിൽ വരുന്നെ കൈവർത്താന്ന് പറഞ്ഞാൽ അതിന് ചിക്കൻ ബിരിയാണി വന്ന പോലെ. ഇത് പൊക്കണമെങ്കിൽ ഉള്ളിൽ ഗ്യാസ് വേണം. മനസ്സിലായി? ഇങ്ങനെ മാത്രം പറഞ്ഞാൽ അത് പൊങ്ങത്തില്ല. ഉള്ളിൽ ഗ്യാസ് വേണം, നല്ല ഒരുക്കം വേണം. ദൈവത്തിന്റെ ചെല്ലി വരുമ്പോൾ ദൈവത്തിന്റെ ഉപകാരങ്ങളെയും നന്മകളെയും ആർഹിക്കാത്ത നന്മകൾ എന്റെ കുടുംബത്തിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഉപകാരങ്ങൾ നോക്കുമ്പോൾ അവരെ ആരാധിക്കാൻ ഒരു ഒരുക്കത്തോടെ പ്രിപ്പറേഷൻ വേണം. പ്രിപ്പറേഷൻ അതിരാവിലെ എഴുതിട്ട് അതിരാവിലെ കടലേക്ക് പോകപ്പെട്ടു, വിറക് കീറി, തീയെടുത്തു, കത്തിയെടുത്തു, പാഞ്ഞക്കാരെ വിളിച്ചു, മോനെ വിളിച്ചു, അതിരാവിലെ പുറപ്പെട്ടു. ഒരുക്കങ്ങളെ കണ്ടോ? വിശദീകരിക്കാൻ സമയമില്ല നമുക്ക്. ഒരുക്കം കണ്ടോ? എന്താ വേണം? കീറിയ വരം കൊണ്ട് വേണം. ഇത് 45-50 കിലോമീറ്റർ കീറാമ്പട്ടി കൊണ്ടുവരും. കൊണ്ടുവിടെ വെച്ചേക്കാം. പിന്നെ വിൽസനെ വിട്ട് പറ്റില്ല. പറ്റി തീർന്നില്ല. പിന്നെ പ്രത്യേകിച്ച് അരമണിക്കൂർ വെട്ടി. പിന്നെ ഇത് കീറാത്തോടെ എടുത്തോണ്ട് പോയി. അപ്പൊ തന്നെ തീ കത്തുന്ന സമയം കഴിഞ്ഞു. പിന്നെ കത്തിട്ട് വെച്ച. പിന്നെ അടുത്താഴ്ച കൊണ്ടുവന്ന് വെട്ടി കീറിക്കൊണ്ട് വരണം അങ്ങോട്ട്. അദ്ദേഹത്തെ ദൈവം നേർത്തിക്കുന്നതല്ല. അങ്ങനെ കീറിക്കൊണ്ട് വന്നാൽ ഒരു പാട്ട് പാടുമ്പോൾ തീ കത്തും. കത്തിക്കൊന്നും വേണ്ട. ഒരു ദൈവവചനം കേൾക്കുമ്പോൾ അത് കത്തും. എന്താ ഒരുക്കി വന്നോ? ഒരുക്കി ഇത് കണ്ട ദൈവത്തിന് കൊടുക്കണം. മറ്റൊരു വലിയ സാക്ഷി പറഞ്ഞു. ഒരു മാസമായിട്ട് എന്റെ കണ്ണാടി കാണാനില്ല. ഇന്ന് രാവിലെ വാസകത്തിൽ വന്ന സമയത്ത് ബൈബിൾ എടുത്ത സമയത്ത് ബൈബിളിന്റെ കണ്ണാടി ഉണ്ടോ? ഒരു മാസമായിട്ട് കണ്ണാടി കാണാനില്ലായിരുന്നു. രാവിലെ മാസത്തിൽ തന്നെ ബൈബിൾ എടുത്തിട്ട് ബൈബിൾ വന്നിരിക്കണം. അതിനർത്ഥം വലിയ വലിയ ബൈബിൾ എടുത്ത എത്രയാളായി? 2 മാസമായ ഉള്ളിൽ വിട്ടിട്ടുണ്ട്. പിന്നെ 1 മാസം. രാവിലെ ഒന്ന് എഴുന്നേറ്റ് ദൈവം ധ്യാനിച്ച് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിച്ചു. ദൈവമേ, ഇന്ന് രാവിലെ നടക്കുന്ന വൈകിട്ട് നടക്കുന്ന ആരാധനയിൽ ഞാൻ പോകുമ്പോൾ ഒരു ആക്തി, ഒരു പരിശുദ്ധാത്മാവിന്റെ ആക്തി കത്തണമേ എന്നൊരു പ്രശ്നോടെ ഒരു പ്രാർത്ഥനയോടെ വന്ന ആരാധനയിൽ മാറ്റമുണ്ട്, ആരാധനയിൽ സന്തോഷമുണ്ട്, അവിടെ വിടുതലുണ്ട്, അവിടെ അത്ഭുതമുണ്ട്, അവിടെ പരിശുദ്ധാത്മാവിന്റെ ആക്തി കത്തോ. അപ്പൊ ആരുടെ ആരാധന ദൈവം പ്രസാദിക്കുന്ന പ്രിപ്പറേഷൻ വേണം. ഒന്നാമത് ഒരുക്കം വേണം. പറഞ്ഞേ പറഞ്ഞുപോലത് ദൈവം പറഞ്ഞത് കൈകൊടുത്തിട്ട് പറയാം പ്രിപ്പറേഷൻ വേണമെന്ന് പറയാം. കൈകൊടുത്ത് കുളിക്കട്ടെ, ഉറങ്ങുന്നവരെ പിടിച്ചു കുളിക്കട്ടെ പറയാം. സ്തോത്രം. സ്തോത്രം നിന്ന് ഉറങ്ങുന്ന ആൾക്കാരെ കണ്ടുപിടി. ഗൗരിയുടെ ക്ഷേത്രമുണ്ടാകുന്ന കണ്ണടക്കുന്ന പാപം തെറ്റൊന്നുമല്ല. പക്ഷേ ഉത്സാഹമില്ല, ഒരു താല്പര്യമില്ല. കൈ കെട്ടി പോലീസ് സ്റ്റേഷനിൽ പോലെ നിൽക്കുന്നത് പകുതി ആൾക്കാർ ഞാൻ നോക്കി. കൈ കെട്ടത് പിടുത്തല്ല, നിങ്ങൾ കൈ ഒന്നും നോക്കണ്ട.
ലോകത്തിൽ കിട്ടാൻ അത് ഇത്ര കണ്ടിരിക്കുന്ന പൊളിച്ചിരിക്കുന്നു എന്തേലും മുമ്പിൽ ദൈവത്തിന്റെ മുമ്പിൽ ചെയ്യാൻ നല്ല ദൈവത്തെ ആരാധിക്കാൻ കയ്യൊക്കെ കഴിച്ചിട്ട് റിലാക്സ് ചെയ്യുന്ന നിങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല. ഗ്യാരണ്ടി പറയാം ഒരു ദൈവദാസൻ നിലയിൽ നിങ്ങൾ ശാസ്ത്രീയമാണ് ദൈവത്തെ ആരാധിക്കാൻ. പ്രിപ്പറേഷൻ വേണം. രണ്ടാമത്തെ അടുത്ത വാക്യം വായിച്ചേ, അടുത്ത വാക്യം കിടന്ന വായിച്ചു. മൂന്നാം ദിവസം ദൂരമേ അബ്രഹാം ആ സ്ഥലം കണ്ടു. ഏത് സ്ഥലം കണ്ടു? ദൈവം കാണിച്ചതായ മോറിയ മല കണ്ടു. അപ്പൊ ബാല്യക്കാരൊക്കെ പറഞ്ഞു, നിങ്ങള് കഴുതകളെ വായിച്ചു നിങ്ങളുടെ കഴുതകളുമായിട്ട് ഞാനും പാലിന് പോയി യാഗം കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരാം. ആരാധനയ്ക്ക് പോകുന്നവരുടെ സെപ്പറേഷൻ വേണം. കന്യാകുഞ്ഞാന്ന് പറയാം, സെപ്പറേഷൻ പറയാൻ ഒന്നാമതെന്തോ വേണ്ടി പ്രിപ്പറേഷൻ, രണ്ടാമതെന്തോ വേണം ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന സെപ്പറേഷൻ. സെപ്പറേഷൻ വല്ല ഉണ്ടോ? ഇതാ തനിച്ച മാർഗം എന്ന് പറഞ്ഞാൽ ജാതിയുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുത്തുമില്ല. വിട്ടുപോരുമിൻ അശുദ്ധമായിട്ടൊന്നും തുടരുന്നു. വിശുദ്ധിക്ക് വേണ്ടി വില കൊടുത്തിറങ്ങിയ ദൈവമക്കളെ ദൈവത്തെ സ്തുതിക്കുന്നു. ഓ ഹല്ലേലൂയ. എബ്രായ ബാലന്മാർ അന്യരാജ്യത്ത് ബാബേലിലായിരുന്നപ്പോൾ അവരെ നോക്കാൻ പേരൻസ് ഇല്ല, സൂപ്പർവിഷന്റെ പേരൻസ് ഇല്ല, ദേവിമാരില്ല, പുരോഹിതന്മാരില്ല, ആരുമില്ല. അവരവർക്ക് രാജാവ് ഭോജനവും ഭാര്യയും എല്ലാം കൊടുത്തിട്ട് ദൈവം ഞങ്ങൾക്ക് വലിയ വിളിച്ചും തിന്നും ഇരുന്നോ. പുള്ളി പ്രമാണമുള്ളവൻ. അവന് മനസ്സിലായി രാജാവിന്റെ ഭവനം കൊണ്ടും അവന്റെ ഭോജനം കൊണ്ടും എന്നെ തന്നെ അശുദ്ധമാക്കുന്നില്ല. വിശുദ്ധിയിൽ ദീപിക്കുന്ന ദൈവമക്കൾക്ക് ആരാധിക്കാൻ കഴിയുന്നുള്ളൂ. അല്ലാത്തൊരു പ്രാഗൽഭ്യം കാണത്തില്ല. നീ അത് നോക്കി തന്നെ പോകത്തേ ഉള്ളൂ. എന്താണ് പ്രിപ്പറേഷനുള്ള ദൈവമക്കൾക്ക് ഒരു സംരക്ഷണം വേണം. എന്റെ ജീവിതത്തിൽ വേർപാട് അനുഷ്ഠിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സൂക്ഷിക്കുന്നു. ദൈവത്തെ നഷ്ടപ്പെടുത്തിയാണ് ഒരു വിശുദ്ധി, ഒരു വേർപാട്. ഹല്ലേലൂയ. എന്റെ പിതാവ് മാത്രം തിങ്കളായുള്ള ലക്ഷ്യനായ ഷൂട്ടോസ്പ്രീസറാണ്. അതായിരിക്കും കൂലിക്ക് ഉള്ളിലോട്ട് കത്തി നിർത്തുന്ന കയറും. ഇന്ന് പുറത്തേക്ക് ആയിരങ്ങൾ എന്നൊക്കെ പറയും. അപ്പനും കുറെ ഉദാഹരണങ്ങളൊക്കെ ഒരു ഉദാഹരണം ഞാൻ പറയാം. 10 മിനിറ്റ് വീഡിയോ ഒലിക്കുന്നവൻ 4 ബാക്കിന് സുരക്ഷ ഒലിക്കുന്നത് രക്ഷിക്കപ്പെട്ടു. അവപ്പം വലിക്കത്തില്ല. വലിക്കുന്നതിന്റെ അടുത്ത് പോയിരിക്കും. അവൻ വലിച്ചുള്ളും പുള്ളി പുള്ളിയായിട്ട് വലിച്ചു കയറ്റും. ഇവിടുത്തെ കാര്യമല്ല, നിങ്ങളെ വലിക്കുന്നതാണോ? അന്തവൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് 10 മിനിറ്റ് വീഡിയോ ഒലിക്കുമ്പോൾ വലിക്കത്തില്ല. അച്ഛന്മാരെ വലിച്ചുവിടും. പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതോ ഫ്രീ ആയിട്ട് വലിച്ചു കയറ്റും. യഥാർത്ഥമായി മാനസാന്തരപ്പെട്ടാൽ വീഡിയോയുടെ സ്പെല്ലെടുത്തത് ശബ്ദിക്കും. അതാ പരിച്ഛേദന എന്ന് പറയുന്നത്. അതാ യഥാർത്ഥ മാനസാന്തരം. പണ്ട് തിരിച്ചു കളിക്കും. 2, 3, 4 മണിക്കൂർ മുതൽ തിരിച്ചു കളിക്കും. ഇപ്പൊ തിരിച്ചു കളിക്കുന്നില്ല. ഇല്ല നോക്കി വെച്ച് ഇതിറ അവൻ പഠിക്കുന്നില്ല. എല്ലാം പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ ഇടേണ്ടിയെന്ന്. അവൻ ഗുണപ്പെട്ടവരല്ല. എന്താ മനസ്സിലായി? നിങ്ങൾക്ക് സൂചിക്കുന്നോ? സന്തോഷമുണ്ടോ? ദൈവത്തെ സേവിക്കാൻ അറിയുന്നവരുടെ ദൈവമക്കളാണോ? ആരാധിക്കാൻ നീ അറിയില്ലാകോ? ഞാൻ വിശുദ്ധരായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരായിരിക്കും. അശുദ്ധമാകുന്ന തുടരുന്നത് വിട്ടുപോരുവീൻ. തനിച്ചു പാർക്കുന്നോരും ജനം മൂലമേ ദൈവക്കാരന്റെ മല കണ്ടുണ്ടേ ബാല്യക്കാരൊക്കെ പറഞ്ഞ് നിങ്ങൾ കഴുതികളെ മാറ്റപ്പെട്ടിരിക്കും. ഞാനും ബാല്യം പോയി ആരാധിക്കാം. അതിനൊക്കെ ദൈവശബ്ദം കേട്ട അബ്രഹാം ആരാധിക്കാൻ പോകുന്ന ആരാധകൻ, വർഷിപ്പർ. ഒന്ന്. രണ്ടാമത് കൂടുന്ന മോന യാഗമൃഗമാണ്. 2 സാധനങ്ങളെ പോയുള്ളൂ. ഒന്ന് ആരാധിക്കുന്നവരും ഒന്ന് യാഗമൃഗം. വിളി കേൾക്കാത്ത ബാല്യക്കാരും വിളി കേൾക്കാത്ത കഴുതയും കൺവെൻഷനും തുറമുഖ കൺവെൻഷനും തിരുവല്ലാലെ തത്തക്കോടിന്റെ കൺവെൻഷനും ഷാരോന്റെ കൺവെൻഷനൊക്കെ പന്തലിനകത്ത് 5000, 6000, 10000 പേരുണ്ട്. പക്ഷേ കടകളിൽ പോയിട്ടും ഈ ടൈപ്പ് ആളുകളുണ്ട്. കഴുതകളും
ബാല്യക്കാരൻ. ഇപ്പൊ മനസ്സിലായി? ഞാൻ വിളിച്ചതല്ല, പറഞ്ഞ അവരാരാധിക്കാൻ മലയെ കളഞ്ഞില്ല, അവർ കൂടെ നിൽക്കും. അവര് കുറ്റൂസിന്റെ പരസ്യം കയറിച്ച് ബൈബിള് വാങ്ങിച്ച് അമ്മാവ വാങ്ങിച്ച് കടലപ്പൊരി വാങ്ങിച്ച് വേറെ ഇതെല്ലാം കിട്ടുന്നത് പോകും. അവർക്ക് ഈ ആരാധന സ്തുതിക്കത്തില്ല. പക്ഷെ ആരാധിക്കാൻ പോകാൻ ആവശ്യമുള്ളൂ. മല ചവിട്ടിക്കോളൂ. അവരെന്ത് മല കൊടുത്തു മല ചവിട്ടിക്കോളൂ. കാരണം ഇവൻ കാണിക്കുന്ന മലയിലേക്ക് വിളിക്കപ്പെട്ടവൻ പോട്ടെ, ഒരുക്കമുള്ളവൻ പോട്ടെ, സെപ്പറേഷനുള്ളവൻ പോട്ടെ, ദൈവശബ്ദം കേൾക്കുന്നവൻ വഴിത്തരത്തിൽ നിൽക്കുന്നത്. ദൈവശബ്ദം കേൾക്കാത്തവൻ, ഒരുക്കമില്ലാത്തവൻ, സെപ്പറേഷൻ ഇല്ലാത്തവൻ വഴിത്തരത്തിൽ നിൽക്കണ്ട്. ബാല്യക്കാരെ കണ്ണുകളുമായിട്ട് ദൈവശബ്ദം കേട്ടവൻ, വിളി കേട്ടവൻ, ഒരുക്കമുള്ളവൻ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നവൻ മല ചവിട്ടിക്കോളും. സമയം പോയി. നിങ്ങളുടെ നല്ല കാലമാണ്. അപ്പോ ആരാധിക്കാൻ പോകുന്നവർക്ക് എന്തോ വേണം? ഒന്നാമത് പ്രിപ്പറേഷൻ വേണം. രണ്ടാമതോ വേണം സെപ്പറേഷൻ വേണം. വായിച്ചിട്ട് 6-ാം വാക്യം. 6 ഇരുവരും ഒന്നിച്ചു നടന്നു. 8-ാം വാക്യത്തിന്റെ അവസാന വാക്യം ഇവിടെ വായിച്ചു. മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അവസാന ഭാഗം. അങ്ങനെ അവർ ഇരുവരും 6-ാം വാക്യത്തിന്റെ അവസാനവും 8-ാം വാക്യത്തിന്റെ അവസാനവും രണ്ട് കാര്യങ്ങൾ, രണ്ട് മതി 6-ന്റെ അവസാനവും 8-ന്റെ അവസാനവും രണ്ട് പദങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പരിശുദ്ധന്മാർ എഴുതിയിരിക്കുക. അവർ ഇരുവരും ഒരുമിച്ച് ആരാധിക്കാൻ വരുന്നവര് പ്രിപ്പറേഷൻ മാത്രം പോരാ, സെപ്പറേഷൻ മാത്രം പോരാ, കോപ്പറേഷൻ വേണം. വാട്ടർ കോർപ്പറേഷൻ അല്ല, വാട്ടർ കോർപ്പറേഷൻ എഴുതിച്ചത് അതല്ല, കോപ്പറേഷൻ, ഐക്യത. ആരാധിക്കാൻ അല്ലോ, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലോണ്ടോ? പക്ഷെ നമുക്കൊരു ബന്ധമുണ്ട്. നമ്മുടെ കുടുംബത്തിലെ കുരിശുപുട്ടി കുടുംബത്തിൽ ഒരു ബലപ്പിടിയുള്ളവർക്ക് എടോപതിക്കുന്ന ദൈവദാസൻ ദൈവമക്കളെ ഹൃദയംഗമായി ഒന്ന് സ്നേഹിക്കാൻ, ഒരു ഹൃദയംഗമായി ഒന്ന് സ്നേഹിപ്പാൻ, ഒന്ന് ബഹുമാനിപ്പാൻ, ഐക്യതയിൽ തികഞ്ഞവരായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം വായിക്കണ്ട. പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കണം. അതാ ദൈവത്തിന്റെ ആഗ്രഹം. നിങ്ങൾ ഐക്യത ഇല്ലാതെ ഇവിടെ എത്ര ബഹളം ഉണ്ടാക്കിയാലും ഈ ആരാധന റൂമിന്റെ മേലോട്ട് പോകത്തില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി പറയാം. നിന്റെ അടുത്തിരിക്കുന്ന സഹോദരിയോ സഹോദരിയോ ഹൃദയം സ്നേഹിപ്പാൻ കഴിയുന്നില്ല, കാണപ്പെടാത്ത ദൈവത്തിനെ സ്നേഹിപ്പാൻ കഴിയുന്നില്ല. അവരിരുവരും ഒരുമിച്ച് നടന്നു. പിതാവും മോനും ആരാധിപ്പാൻ ഒരുമിച്ച് നടന്നു. ഇന്ന് രാവിലെ കാലം, ഇന്ന് സന്ധ്യാസമയത്ത് ഇവിടെ ആരാധിപ്പാൻ വന്നിരിക്കുന്ന ദൈവത്തിന്റെ ദാസനെ, ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾ ഐക്യതയുണ്ടോ? നിങ്ങൾ ഐക്യതയിൽ തികഞ്ഞവരാണോ? നിങ്ങൾ തങ്ങളെക്കാൾ മറ്റുള്ളവരെ ശേഷം നിങ്ങളുടെ ഹൃദയമുണ്ടോ? തമ്മിൽ തമ്മിൽ സഹായിക്കുന്ന, തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്ന, തമ്മിൽ തമ്മിൽ ബഹുമാനിക്കുന്ന ഹൃദയമുണ്ടോ? മറ്റുള്ള ആരാധന കണ്ടാൽ താങ്ങണം. മറ്റുള്ളവരെ വാക്കോട് താങ്ങണം. താങ്ങണം. മലയാളത്തിൽ വാക്കിന് താങ്ങും രണ്ടർത്ഥങ്ങളാണ്. ഒന്ന് താങ്ങുക, പിന്നെ നല്ല താങ്ങും. ഇവിടെ സാക്ഷ്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ 4, 3, 7 വരെ സാക്ഷി പറയുന്നുണ്ട്. ഇന്ത്യയിലുള്ള സമയത്ത് സാക്ഷിയേ ഇല്ല, വർഷക്കാലം നിർത്തി. പിന്നെ നിങ്ങൾ പോയിട്ട് വന്ന കാര്യമൊക്കെ പറയാൻ സാക്ഷി നല്ലതാ. ചില ആളുകൾക്ക് സാക്ഷ്യം ഒരു പരിജ്ഞാനമില്ല. നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ ഒരു സെൻട്രൽ പാസ്റ്ററാണ്. എന്നെ കണ്ടാണ് തോന്നുന്നത്, സെൻട്രൊന്നുമില്ല. സെൻട്രൽ പാസ്റ്റർ കുറച്ചൊക്കെ വന്നു ദുബായിട്ടാണ് കാണുന്നില്ല. ഞാനുണ്ടായി ദുബായിട്ടാണ് ഇടാത്തെ. സെൻട്രൽ പാസ്റ്റർ കാശ്മീർ ഫുഡ് സെന്റർ. ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ സെൻട്രൽ പാസ്റ്റർ, 85 സമയമുണ്ട്. അതൊക്കെ സെൻട്രൽ പാസ്റ്റർ എന്നെ കണ്ടാൻ തോന്നുന്നില്ല. ഒരു സെൻട്രൽ ഉള്ളതാണോ? ആരാധിക്കാൻ വന്ന ദൈവമക്കളെ, നമ്മുടെ മറ്റൊരു ഐക്യത വേണം. സാക്ഷി പറയുന്നതിന്റെ കൂടെ സാക്ഷി പറയുന്നതിന്റെ വേറെ എടുത്തിട്ട് എഴുതിട്ട് വാക്യം വന്നിട്ട് ബന്ധനെ വള്ളക്കിട്ട് കുത്തുന്ന ആൾമാരുണ്ട്. ഇവിടെ ഒന്നും ഇല്ലാതിനാ സ്വത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള പോവാ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുത്തുന്ന വാക്യം കൊണ്ട് മാത്രം വരും. അങ്ങനെ ഒരുത്തരെ സഭയിൽ പറഞ്ഞ് ആളുകളെ കുത്തി ആളുകളെ മുഷിച്ച് ഭാഷയൊക്കെ പറഞ്ഞ ദൈവത്തെ ഓർത്ത് ഈ പുള്ളി ഒന്ന് കൈകാര്യം ചെയ്യുന്ന പറഞ്ഞു. പാസ് അവരുടെ പുള്ളിയൊക്കെ പറഞ്ഞൊക്കെ പുള്ളി കേട്ടില്ല. അപ്പൊ പുള്ളി സെൻട്രൽ പാസ്റ്റൊക്കെ പറഞ്ഞു. എന്റെ വീട്ടിലടക്കം സെൻട്രൽ പാസ്റ്റൊക്കെ
ഒരു കുഴപ്പമില്ല, ഞാൻ കൈകാര്യം ചെയ്യാം, ഒരു ദിവസം അങ്ങോട്ട് വരാൻ തോന്നും. അങ്ങനെ തന്നെ സെൻട്രൽ പാസ്റ്റർ സ്വഭാവത്തിൽ വന്ന് ഇങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് സാക്ഷിയൊക്കെ പറഞ്ഞ് സഹോദരിമാരെല്ലാം കഴിഞ്ഞ് സഹോദരന്മാരെല്ലാം കഴിഞ്ഞിട്ട് ഈ മൂപ്പൻ ലാസ്റ്റ് എഴുതേക്കത്തുള്ളൂ. ലാസ്റ്റ് പുള്ളി എഴുതിട്ടുണ്ട് പാസ്റ്റർ പറഞ്ഞു സെൻട്രൽ പാസ്റ്റർ ഇദ്ദേഹം എഴുതിട്ടുണ്ട്. ആ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞു തോമാച്ചൻ നിങ്ങൾ വരാൻ പറഞ്ഞു. അപ്പോ സഭയുള്ള വിശ്വാസികളെ പാസ്റ്റർ ഒന്ന് മാനിക്കുന്ന ആളല്ല, പുള്ളി അവിടെ ഒന്നും പറയുന്നത് എപ്പോഴും നമ്മളെ സെൻട്രൽ പാസ്റ്റർ മാനിക്കാൻ വേണ്ടി എന്നെ ചേർന്നോട് വിളിച്ച് പുള്ളി സന്തോഷത്തോടെ ഒരിക്കലും കിട്ടാത്ത വില്ലേജിന്റെ പുള്ളിയുടെ സന്തോഷത്തോട്ട് വന്നു. അപ്പൊ പുള്ളി വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത വാക്യമുണ്ട്. അപ്പൊ വാക്യം അങ്ങനെ സെൻട്രൽ പാസ്റ്റർ പറഞ്ഞ് ആ വാക്യം ഒന്നും വായിക്കണ്ട, ഞാൻ പറയുന്ന വാക്യം വായിച്ച് പ്രബോധിപ്പിച്ചിട്ട് 2 മിനിറ്റും ചെയ്യാൻ പറ്റും. ഓ ആയിക്കോട്ടെ, ഏത് വാക്യമാണ് ചോദിച്ചു? ഉൽപ്പത്തി 1:1. അപ്പൊ ആരെ ഒന്നും കുത്താനാത്ത വാക്യം ഉൽപ്പത്തി 1:1. അപ്പൊ പുള്ളി വന്നു, ഞാനൊരു വാക്യം വായിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ് വന്നത്, പക്ഷേ സെൻട്രൽ പാസ്റ്റർ എന്തൊക്കെ പറഞ്ഞ ആ വാക്യം വായിക്കണ്ട, അദ്ദേഹം ഒരു വാക്യം പറഞ്ഞിരിക്കുക ഉൽപ്പത്തി 1:1. അത് ഞാൻ വായിക്കുന്നു. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആര് സൃഷ്ടിച്ചു? എന്റെ ദൈവം സൃഷ്ടിച്ചു. നീ ഒറ്റ ഒരുത്തല്ല സൃഷ്ടിച്ചുണ്ടാക്കി. നമ്മുടെ ഭാഷയിൽ പോയിരുന്ന പുള്ളി ഉണ്ടാക്കാൻ തോന്നും. ഇന്നത്തെ സെൻട്രൽ ഭാഷ കണ്ട പുള്ളി അതിക്ക് പുള്ളി അതുണ്ടാക്കിയത് അതേ കൈ വെച്ചു. ദൈവമേ, വാക്യം ഈ ഉൽപ്പത്തി 1:1 ഒരു വാക്യം പോലും ആരെ കുത്താനുള്ള വാക്യമാണ്. ആദ്യം ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത്. അതിന് പിന്മാറ്റക്കാരനെ കിട്ടണ്ടേ? അവൻ അതെടുത്ത് വിശ്വാസികളെ മുഴുവനും സെൻട്രൽ ഭാഷയെ കുത്തി. എന്റെ പിതാവിനോട് പുറം പിടിക്കാത്തവൻ നോ. സഭായോഗത്തിന് വന്നാൽ ഒരു സാക്ഷ്യം പറഞ്ഞാൽ, ഒരു പാട്ട് പാടിയാൽ, ഒരു വാക്യം വായിച്ചാൽ അതൊരു ആശ്വാസമായിരിക്കണം. അത് മറ്റുള്ളവർക്ക് ക്ഷമായിരിക്കണം. നിങ്ങളുടെ വാക്കുകൾ ഉപ്പിനോട് കൂടിയതും രുചിവരുത്തിയതും ശുദ്ധിയോട് കൂടിയതും ഉപ്പിനും രുചിവരുത്തതായിരിക്കണം. അത് ഐക്യത, ആ സ്നേഹം. മറ്റുള്ളവരെ വാക്കുകൊണ്ട് താക്കണം, മറ്റുള്ളവരെ തന്നേക്കാൾ ശ്രേഷ്ഠിക്കണം. ആരാധിക്കാൻ വരുന്നൊരു കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം. കോർപ്പറേഷൻ, ഐക്യത ഉണ്ടായിരിക്കണം. ഐക്യത. അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കും. അമേരിക്കയിൽ പറഞ്ഞിട്ടുണ്ട്, blessed are the people those who give short message because they will be invited again. ചുരുക്കം മെസ്സേജ് തക്ക സമയത്ത് നിർത്തുമ്പോൾ ഭാഗ്യവാൻ അവരെ പിന്നെ വിളിക്കുന്നു. എപ്പോഴെങ്കിലും ആരും വിളിക്കേണ്ട ആവശ്യം സമയത്ത് നിർത്തിയേക്കാം. നിങ്ങൾക്കൊക്കെ കൂടുതൽ ആവശ്യമാണ്. ആരാധിക്കുന്ന ദൈവമക്കൾ കണ്ടിട്ടുണ്ട്. ഒരു നിമിഷം ദൈവത്തിൽ നമ്മളെ കേൾപ്പിച്ച വചനങ്ങളെ ഓർത്ത് ഒരു ആരാധനാ യോഗമാണല്ലോ. ഇത് പ്രത്യേകിച്ച് ആരാധന എപ്പോ ദൈവമക്കൾ കൂടി വന്നല്ലോ ഒരു ആരാധന യോഗം. 2 3 എന്റെ നാമത്തിൽ എവിടെ കൂടിയാൽ അവിടെ മധ്യത്തിൽ ഞാനുണ്ട്. അങ്ങനെ ആരാധിക്കാൻ വന്ന ദൈവമക്കളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് എന്തോ ഉണ്ടായിരിക്കണമെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഒരു കൂടിവരവായാലും കോട്ടതി മീറ്റിംഗായാലും ബൈബിൾ സ്റ്റഡി ആയാലും സഭായോഗമായാലും ഒരു കത്തോടെ വരുന്ന ദൈവമക്കൾക്കാൾ സെപ്പറേഷൻ വേർപെടുന്ന ദൈവമക്കൾക്കാൾ കോർപ്പറേഷൻ ഉണ്ടായിരിക്കണം, ഐക്യത ഉണ്ടായിരിക്കണം. ദൈവത്തെ പ്രാർത്ഥിക്കും. ദൈവമേ, എന്ന പോലെ കലക്കടത്തിലേക്ക് എന്റെ ആരാധനയിൽ എന്റെ പുരോഷങ്ങളെ പരിഹരിക്കുന്നത് പ്രാർത്ഥിച്ചോട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ചു, ശബ്ദത്തിൽ പ്രാർത്ഥിച്ചോട്ടെ. പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ, പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. കർത്താവേ, ഞാൻ ഒരുക്കപ്പെട്ട ഹൃദയത്തോടെ വരുവാൻ എനിക്ക് കൃപ നൽകുമെന്ന് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവേ, വേർപാട് രക്ഷിക്കുന്ന ഒരു വിശുദ്ധ ജീവൻ നയിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. ഐക്യത നൽകുവാൻ കൃപ നൽകുന്നത് പ്രാർത്ഥിച്ചോട്ടെ. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ എന്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന കൈവയ്ക്കാം. കരകളൊക്കെ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ ആരാധിക്കാൻ എപ്പോൾ ഇനി കടന്നു വന്നാലും ഞാൻ ഒരുക്കത്തോടെ കൂടെ കടന്നു വരും. വിശുദ്ധിയോടെ, സെപ്പറേഷനോടെ കടന്നു വരും. ഒരു ഐക്യതയോടെ കടന്നു വരും. അപ്പോൾ ജീവിതത്തിൽ ദൈവത്തിന്റെ മനുഷ്യത്വം വ്യാപരിക്കും. തീരുമാനമെടുത്ത കാര്യങ്ങളെക്കുറിച്ച് നൂറുകണക്കിന് ദൈവങ്ങൾക്കായി സ്തോത്രം. കർത്താവേ, യഹോവയുടെ നാമത്തിൽ നിന്റെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മകൾക്കാലം ഈ ആരാധനയിൽ തന്നെ തീ കിട്ടട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ ടൗണിൽ ഉണ്ടാക്കിയേ ഇപ്പോൾ തന്നെ. അഭിഷേകത്തോടെ ഒരു നിമിഷം ദൈവത്തെ ആരാധിക്കട്ടെ. ദൈവത്തിന്റെ അഭിഷേകം in the name of Jesus.
വന്നത്, അവർ മലക്കറി വന്നിറങ്ങി വന്നത്. ഓ ഒരക്ഷയാഭിഷേകം ഈ ആരാധന, ഈ അവസര നിമിഷം, ഈ സൗണ്ടിന്റെ, ഈ ഫോണിന്റെ ഒരർത്ഥം മുതൽ മറ്റൊരു വരെ വ്യാപിക്കട്ടെ. ഒരുക്കമുള്ള കാര്യങ്ങളെ അടിച്ച്, ഒരുക്കമുള്ള കാര്യങ്ങളെ തട്ടി അഭിഷേകത്തോടെ അന്യഭാഷകളുടെ സാധിക്കുന്നതിനായി